വീട്ടിൽ പോവാ. അപ്പൊ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്നാ നമ്മളെ പ്ലാൻ എന്നാന്ന്? എവിടെയാ കൊണ്ട്? പയ്യന്നൂര് മാളില. എന്നിട്ടോ കളിക്കണം അല്ലേ? അപ്പൊ ഓക്കെ, ടാറ്റ പറഞ്ഞ എല്ലാവരോടും ടാറ്റാ. അപ്പൊ നമ്മ ഇത് അങ്ങനെ മാളിലെത്തിയിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടിയെല്ലാം മുകളിലെത്തിയതിന് ശേഷം. അപ്പൊ ഇന്നെന്തോ ഭാഗ്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മയുടെ വന്ന സമയത്ത് മൊത്തം പൂട്ടിയിട്ടാണ്ടായിനി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിന്, ഓർമ്മയില്ലേ? ഇന്നിത് നമ്മയുടെ എത്തുമ്പോഴത്തേക്ക് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മ ഇത് ആടത്തെ കൗണ്ടറിൽ നിന്ന് ഇതിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള കോയിൻ വാങ്ങിയിട്ടുണ്ട് കേട്ടാ. അവിടുന്ന് 4 കോയിൻ ഇവിടെ കൊടുത്തിട്ട് ആരോട്ടിന് അതിൻ്റെ ഉള്ളിൽ കയറ്റി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അവൻ അതിലും ഇതിലെല്ലാം കയറിയിട്ട് ഇനി എത്ര സമയമാണെന്ന് കളയിൽ പറയാൻ പറ്റൂല. അരമണിക്കൂറാണ് ഇതിന്റെ സമയം. ഓൻ അപ്പോഴത്തേക്ക് ഇറങ്ങി വന്നാൽ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഓൻ വരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നതിന്റെ വീഡിയോ ഇട്ടിനല്ല. അന്നേരം മുതലേ ഓൻ പറയുന്നുണ്ട് വാ നമുക്ക് മാളിൽ പോവാന്ന്. പിന്നെ ഞാൻ ഓനെ എപ്പോ സ്കൂളില്ലോണ്ട് ഒരു ദിവസം ലീവ് ആകുമ്പോൾ കൂട്ടിയിട്ട് വരാന്ന് വെച്ച് നിന്നെയാണ്. ഇന്നിപ്പോ രാവിലെ ഉണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വാ മാളിൽ പോവാന്ന്. അതുകൊണ്ടാണ് പിന്നെ നമ്മ ഇന്ന് തന്നെ ഇവിടത്തേക്ക് വന്നത്. പിന്നെ ഇടുന്നില്ല ഇവന്റെ ഓരോ അഭ്യാസം എല്ലാം കാണുമ്പോ എനക്കാണ് പേടിയാവുന്നത്. ഇവന് പിന്നെ പേടിക്കാനില്ല ബുദ്ധി പോലും ആവാത്തോണ്ട് അതിന്റെ ടെൻഷനൊന്നും അവന്റെ മുഖത്ത് കാണുന്നേ ഇല്ല. ഓനെല്ലാം കൂളായിട്ട് ഇതാ കണ്ടോ, ചാടുന്ന ചാട്ടെല്ലാം കണ്ടുവാ. അങ്ങനത്തെ തന്നെ കളിയാൻ വേണ്ടത്. പിന്നെ ഇവനെ കുറ്റം പറയാനൊന്നുമില്ല. ഈ ഒരു പ്രായത്തിൽ എല്ലാ പിള്ളേരും ഇങ്ങനെ ഉണ്ടാവില്ല ഏകദേശം. ഇത് കണ്ട കൊറേ നേരം മര്യാദക്ക് ഇറങ്ങിയിട്ട് മതിയായിട്ടാന്ന് തോന്നിയതാ. കിടന്നിട്ടെല്ലാം ഇറങ്ങുന്നുണ്ട്. കുറച്ചേരം കഴിയുമ്പോഴത്തേക്ക് അത് ഒരു പെണ്ണുഞ്ഞും കൂടി വന്നിട്ടുണ്ടേ. ആരോട്ടനാണെങ്കിൽ ആ പെണ്ണ് അടുത്ത് വരുമ്പോ ഇങ്ങോട്ട് വരുന്നു, രക്ഷപ്പെടുന്നു ഓരോ സ്ഥലത്തേക്ക്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ തിരിയും, നോക്കിക്കോ. ഇപ്പൊ കണ്ടോ ആ പെണ്ണ് താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അതാ അവൻ അതിൽ നിന്ന് കിഞ്ഞ് പായി വരും. ആരുണ്ടതാ ആ പെണ്ണ് ഒന്നും ആടെ നിക്കൂല, ഒറ്റ വിടലും രക്ഷപ്പെടലേക്ക്. ആരുണ്ടെങ്കിൽ ഇരുന്ന് കഴിഞ്ഞു കേട്ടാ. സിഗ്മ മെയിലാന്ന്. അടുത്ത കലാപരിപാടി എത്താം. ഇടിയിലെ സാധനമെല്ലാം എടുത്തിട്ട് അടുക്കി പെറുക്കി ആക്കല്. പോവാ നമുക്ക്. വീട്ടിൽ പോണ്ടേ? പിന്നെ വീട്ടിൽ പോവാ. സമയം കഴിഞ്ഞു മതിയാക്കുന്ന പറഞ്ഞൊന്നും ഓൻ കൂട്ടാക്കുന്നില്ല. ഓൻ എന്നെ വിടുന്നും പറഞ്ഞതാ കീഞ്ഞ് രക്ഷപ്പെട്ട് പായുന്നു. സമയം കഴിഞ്ഞു നമ്മിതാ പഠിച്ച പണി 18 പയറ്റിയിട്ട് ഓൻ വരുന്നില്ല. ഇനി എങ്ങനെയെങ്കിലും സൂത്രത്തിൽ വേണം കൂട്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി. കുറേ സമയം നമ്മ ഇവനെയും കൊണ്ട് കളിക്കുന്നു, എങ്ങനെയും നടക്കുന്നില്ല. ഇതൊരുമാതിരി അടുക്കളയിലുള്ളിൽ എലി കയറി കണക്കനായിപ്പോയി. നമ്മ ഇപ്പുറന്ന് വായിക്കുമ്പോൾ അപ്പുറത്തേക്ക് കൂടെ പായുന്നു, നമ്മ അപ്പുറത്തേക്ക് കൂടെ വരുമ്പോൾ ഇപ്പുറത്തേക്ക് കൂടെ പായുന്നു. ലാസ്റ്റ് ഇത് എങ്ങനെയല്ലോ ഇവനെ പിടിച്ചിട്ടുണ്ട്. സമയം കഴിഞ്ഞിട്ട് ഇതൊക്കെ കുഴപ്പാക്കുന്നു മതിയായിട്ടാന്ന് പറഞ്ഞിട്ട്. യുദ്ധാന്ന് ഇടാ. പിന്നെ ഇത് എന്തല്ലോ പറഞ്ഞ് സോപ്പിടലും ചെയ്തിട്ട് ലാസ്റ്റ് പുറത്തേക്ക് വരാൻ സമ്മതിച്ചു. നേരത്തെ നമ്മ 9 കോയിൻ വാങ്ങിയാലും ഒരു 5 എണ്ണം ബാക്കിയുണ്ടായി. അപ്പം പിന്നെ അത് കൊടുത്തിട്ട് ക്രിക്കറ്റ് കളിക്കാന്ന് വിചാരിച്ചു. ക്രിക്കറ്റ് കളിക്കാനാകെ 4 കോയിനേ വേണ്ടു. അങ്ങനെ ഇതാ ഞാൻ ഫസ്റ്റ് ബോളിന് അടിച്ച് 6 ആക്കിയിട്ടുണ്ട് കേട്ടാ. ഇവിടെ ഈ ക്രിക്കറ്റിന്റെ ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയാന്ന് തോന്നുന്നു. ഞാൻ മുന്നേ വന്നേരം ഇവിടെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇതേതായാലും നല്ല രസമുണ്ട്. 4 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ഓവർ ബാറ്റ് ചെയ്യാൻ പറ്റും. ക്രിക്കറ്റെല്ലാം കളിച്ച് കഴിയുമ്പോഴത്തേക്ക് കൈമ ഒരു കോയിനും കൂടി ബാക്കിയുണ്ടായിന്. അതിനെ കൊണ്ട് ഏതായാലും വേറെ ഒരു പാവേനെ എടുക്കുന്നൊരു ഗെയിം ഉണ്ടായിന്, അത് കളിക്കാന്ന് വിചാരിച്ചു. ആ മിഷൻ ഒരു നോബുണ്ട്,
അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ അത് കണക്കായിട്ട് അതാ കണ്ട ആ സാധനം അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. നമ്മ അത് പാവേനെ നേരെ കൊണ്ടുവച്ചിട്ട് ഒരു ബട്ടൺ ഞെക്കിയാൽ അത് തന്നാലെ താണു പോയിട്ട് പാവേനെ എടുത്തിട്ട് തിരിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. പിന്നെ ഇത് കിട്ടണമെങ്കിൽ ലേശം ഭാഗ്യം കൂടി വേണം. കണ്ടില്ലേ, ഗ്ലാസ്സിന് കട്ടിയിട്ടാണ് ഉള്ളിലേക്ക് തന്നെ വീണത്. അപ്പം വേറെയും ടീംസ് ഇടുന്ന ക്രിക്കറ്റെല്ലാം കളിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും അവരെ ബാറ്റിംഗ് എല്ലാം നോക്കാം. അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ താഴേക്ക് പോയിരുന്നു കേട്ടാ. താഴെത്തിട്ട് ബാക്കി എവിടെ കൊണ്ടിനി കുപ്പായം മണിക്കാനാ എന്നാ പോവാ. സ്റ്റെപ്പ് കയറി മുകളിലെത്തി നമ്മളെ ആദ്യം താഴേക്ക് തിരിച്ച് നടത്തിക്കുമായിരുന്നു. അവന് അതിലെന്നാ പോകണം പോലും മുകളിലേക്ക്. എന്നാ നമുക്ക് പോവാം. മാളിൽ വന്നാൽ പിന്നെ ഇവന് ഇതിൽ ഒരിക്കലും രണ്ടോട്ടൊന്നും പോയാൽ പോരാ. കുറേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കോകൊണ്ട് നിൽക്കണം. ഇതാ എൻ്റെ പരം വന്നിട്ട് മതിയായി. ഇനിയിപ്പോൾ അതാ അവൻ്റെ ഏട്ടനെയും കൂട്ടിയിട്ട് ആദ്യമേ പോക്കായി. അങ്ങനെ ഇതാ ഹേമന്ത് അവനെയും കൂട്ടിയിട്ട് താഴേക്ക് പോയിട്ട് മുകളിലേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒന്ന് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. അങ്ങനെ നമ്മ ഇവിടെ പയ്യന്നൂർ മാളിൽ തന്നെയുള്ള പോപ്പി ടച്ചിലേക്കാണ് കേട്ടോ. അവന് ആടുന്ന് അവൻ്റെ സൈസിന് കണക്കായ 2 ജേഴ്സി വാങ്ങിയിട്ടുണ്ട്. നമ്മ എവിടെ പോകുന്നിപ്പം ഐക്യം അങ്ങനല്ലേ. അങ്ങനെ താഴെത്തിയിട്ട് അവന് മാംഗോ ഐസ്ക്രീമാന്ന് വേണ്ടി പറഞ്ഞേരം അവന് ഇഷ്ടപ്പെട്ട തന്നെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇതാ ചുമയിലാനായിരുന്നൊരു ഐസ്ക്രീം തിന്നു അല്ലേ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ, ടാറ്റാ. ടാറ്റാ കൈ കൊണ്ടാക്കി ടാറ്റാ.